എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ലാസ്റ്റത്തെ വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചു, പേര് ഓർമ്മയില്ല, പക്ഷേ ഞാൻ അവരെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സൂയിസൈഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എല്ലാവർക്കും ഉണ്ട്, പല രീതിയിലുള്ള പ്രതിസന്ധികളുണ്ട്. ദേവി മനഃപൂർവ്വം നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തത് കൊണ്ടല്ല. ഓക്കെ, നമ്മൾ പ്രാർത്ഥിക്കുക, ഉറപ്പായിട്ടും നമ്മുടെ പ്രാർത്ഥന കേൾക്കും. എങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിലും ഒരിക്കലും ദേവിയെ കൈവിടിയരുത്. അതാണ് ഞാൻ ആക്ച്വലി ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞത്. ശരിക്കും ആ ഒരു കമൻറ്റ് വായിക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. കാര്യം പല ആളുകൾക്കും പല രീതിയിലായിരിക്കും ഓരോ പ്രതിസന്ധികൾ വന്നു ചേരുക. അപ്പം എനിക്കുണ്ടാവണ പോലെ മറ്റൊരാൾക്കുണ്ടാവണമെന്നില്ല. ചിലപ്പം അതിലും കഠിനമായിരിക്കാം അവർക്കുണ്ടാവുന്നത് അവസ്ഥ. പക്ഷേ ഞാനൊരൊറ്റ കാര്യം ഞാൻ നിങ്ങളോട് തീർച്ച പറയാം, നമ്മളുടെ ഈ ഒരു പ്രതിസന്ധി മാറി നല്ലൊരു രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അത് ഉറപ്പാണ്. ദേവിയെ നിത്യവും ജപിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. വരാഹി അമ്മയുടെ മന്ത്രം ജപിച്ചാൽ ഒരുപാട് നേട്ടങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. തൊഴിൽ രഹിതരായിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അതിനൊരു റിപ്ലൈ കിട്ടാതെ, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് അത് റിജക്റ്റായി പോവുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്കൊക്കെ ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു മന്ത്രമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിന് പുറമേ എൻ്റെ ഓരോ വീഡിയോസിനകത്തും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്ന് ചേരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു റിക്വസ്റ്റ് കൂടെ നിങ്ങളോട് ചെയ്യുകയാണ്. ഇതുവരെയും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ആ ഫസ്റ്റ് സ്ക്രീനിൽ കാണിക്കുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യുന്ന അതേപോലെ നിങ്ങൾ നോക്കി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലത്തെ ബെല്ലൈക്കൺ കൊടുക്കുക, ഓൾ എന്നുള്ള ബട്ടൺ കൊടുക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓരോ വീഡിയോസിനും ഓരോ കാര്യങ്ങളായിരിക്കും ഞാൻ പറയുന്നത്. അപ്പോൾ പല കാര്യങ്ങളും വരാഹി അമ്മയുടെ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് പറയാൻ കാര്യം എന്ന് പറയുന്നത്, ഓരോ വീഡിയോസിലും ഒരുപാട് പുതിയ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ്. വരാഹി അമ്മയെക്കുറിച്ച് അറിയാത്തവരായിട്ടുള്ള എല്ലാവർക്കും അറിയണം എന്നില്ല, വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അറിയണമുള്ളൂ. ചിലപ്പോൾ അവർക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയലുണ്ടാവില്ല. അപ്പോൾ അവർക്കും കൂടെ ആ ഒരു ഇൻഫർമേഷൻ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും, മിക്കവാറുമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ആ വീഡിയോയിൽ തന്നെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അതിങ്ങനെ റിക്വസ്റ്റാണ്. കാര്യം നിങ്ങൾ പകുതി കേട്ട് ലാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ട് അവിടെയും കേട്ട് എന്നിട്ട് അങ്ങനെ ചെയ്യരുത്. കാര്യം വാരാഹിയമ്മയുടെ മന്ത്രം തെറ്റുകൂടാതെ ജപിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. തെറ്റുകൂടാതെ ജപിക്കുക എന്നുള്ളതാണ് ഏറ്റവും വേണ്ടത്. കാര്യം തെറ്റ് കൂടി ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് മോശമായിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ആ ഒരു അക്ഷരസ്ഫുടത, ആ ഒരു സംഭവം വേണം. പറയുന്ന ഓരോ മന്ത്രവും കറക്റ്റായിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നുള്ളത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ വരാഹി അമ്മ എന്ന് പറയുന്നത് വരാഹരൂപം പൂണ്ട ദേവിയാണ്. പലരും ചോദിച്ചു ഏത് അമ്പലം എന്ന്. ഒരുപാട് അമ്പലങ്ങളുണ്ട് കേട്ടോ. എറണാകുളം, പാലക്കാട്, അവിടെയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഒന്ന് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെയാണ് കൂടുതലും വരാഹിയമ്മയുടെ അമ്പലങ്ങൾ കൂടുതലും ഉള്ളത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ തിരുവനന്തപുരത്ത് ഞാൻ തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഞാനിവിടെയാണ് പോവാറ്, അല്ലാതെ ഇത് പ്രൊമോഷണൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രം പേട്ട എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അവിടെ നമുക്ക് അത്യാവശ്യം വലിയ അമ്പലമാണ്. വളരെ കുഞ്ഞ് അമ്പലമായിരുന്നു, പക്ഷേ ഇപ്പം അത് ആളുകളെല്ലാം കൂടെ ചേർന്ന് സംഭാവനയൊക്കെ കൊടുത്ത് അത് വലിയൊരു അമ്പലമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് അവിടെ വഴിപാടായിട്ട് ചെയ്യാം കേട്ടോ. അതായത് ഞാനത് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. 21 ദിവസം തുടർച്ചയായിട്ടൊരു വഴിപാട് അവിടെ ചെയ്താൽ ആഗ്രഹം നടക്കും. അത് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. അപ്പം ഞാൻ ആ വഴിപാട് എന്താണെന്ന് പറയാം. അതായത് നമുക്ക് അവിടെ രണ്ട് വിഗ്രഹങ്ങൾ, മെയിനായിട്ടുള്ള വിഗ്രഹങ്ങളാണ്. ബാക്കി അല്ലാതെ ഗണപതി ഭഗവാൻ, അതുപോലെ അയ്യപ്പൻ, അങ്ങനെ എല്ലാ വിഗ്രഹങ്ങളും ഉണ്ട്. പക്ഷേ മെയിൻ വിഗ്രഹമായി വരുന്നത് ഒരു ദുർഗാദേവിയും പിന്നെ വരുന്നത് വരാഹി അമ്മയുടെയാണ്. അപ്പോൾ ദുർഗാദേവിയുടെ നടയിലാണ് നവദീപം വയ്ക്കുന്നത്. നവദീപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ഇടിഞ്ഞിലുള്ള വിളക്കാണ്. അപ്പോൾ അതിൽ തിരി തെളിയിച്ചിട്ട് നമ്മൾ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ച് ദുർഗാദേവിയുടെ നടയിൽ 3 തവണ ആരതി ഒഴിഞ്ഞ് ചുറ്റമ്പലം ചുറ്റി വന്നിട്ട് നമ്മൾ
നടയിൽ വെക്കും, ദുർഗാദേവിയുടെ നടയിൽ വെക്കും. മറ്റത് വരുന്നത് നാളികേര ദീപം. അത് 5 തിരിയിട്ട അതായത് ഒരു തേങ്ങ പൊളിച്ച് അത് 2ആക്കി വെച്ചിട്ട് അതിനകത്ത് 5 തിരി ഇട്ടിട്ടാണ് അങ്ങനെയുള്ളത്. അപ്പോൾ അത് നമ്മളിതുപോലെ 3 തവണ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ച് വാരാഹി അമ്മയുടെ നടയിൽ 3 തവണ ആരതി ഒഴിഞ്ഞിട്ട് ചുറ്റമ്പലം ചുറ്റി വാരാഹി അമ്മയുടെ നടയിൽ സമർപ്പിക്കും. അതാണ് ഈ ഒരു വഴിപാട്. 21 ദിവസം തുടർച്ച ചെയ്താൽ നല്ലതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് ചെയ്യാൻ പറ്റാത്തവർ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് സാധാരണ മന്ത്രം ജപിച്ചാൽ മതിയാവും. രാത്രി ജപിച്ചാൽ ഉത്തമം. രാത്രി ദേവി എന്നും കൂടെയാണ് അറിയപ്പെടുന്നത്. കാര്യം മൃഗരൂപം പൂണ്ട ദേവിയാണ് ഈ വരാഹി ദേവി എന്ന് പറയുന്നത്. വരാഹരൂപം പൂണ്ട ദേവി വളരെ പവർഫുള്ളാണ്. നമ്മളൊന്ന് കണ്ണടച്ച് തുറക്കുമ്പോൾ തന്നെ കാര്യം സാധിച്ചു കിട്ടും. അത്രയും പവർഫുള്ളാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കി എടുക്കുന്നു എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയുകയാണ്, നമ്മൾ അത്രയും പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും ദേവി എല്ലായ്പ്പോഴും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇപ്പോഴും ഇല്ല എന്നല്ല, ഉണ്ട്. പക്ഷേ എന്നാലും എനിക്ക് എന്നെ ഒരാൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും എപ്പോഴും. അതെൻ്റെ ദേവി തന്നെയാണ്, അത് ഉറപ്പാണ്. കാര്യം എല്ലാ ദിവസവും ഞാൻ നീങ്ങിപ്പോകുന്നല്ലോ, ഓരോ കാര്യങ്ങളും നീങ്ങിപ്പോകുന്ന ദേവിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ പറയുകയാണ്, നമുക്ക് എന്ത് പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിലും ദേവിയുടെ മന്ത്രം ജപിക്കുക, ദേവിയുടെ ആ ഒരു പ്രാർത്ഥന നമ്മൾ വിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യരുത്. ഒരിക്കലും നമ്മൾ തിരിച്ച് എന്തിനാ എന്നെ ഇങ്ങനെ ജീവിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാ എന്നെ അങ്ങ് എടുത്തുകൂടെ, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന എന്താ കേൾക്കാതെ, അങ്ങനെ ഒന്നും പറയരുത്. നമ്മളെ സൃഷ്ടിച്ച ദൈവം ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു കഷ്ടതകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ദൈവത്തെ കൈവിടിയാതെ മുന്നോട്ട് പോവുക. അതെല്ലാം മാറി നല്ലൊരു ജീവിതം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും അതുപോലെ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവർക്ക് രോഗശമനം, ഇതിനൊക്കെ ഏറ്റവും ഉചിതമായ ഒരു മന്ത്രമാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് പ്രോപ്പറായിട്ട് ചൊല്ലുക. ഞാൻ ഓൾറെഡി പറഞ്ഞു, 21 തവണ അല്ലെങ്കിൽ 1008 തവണ. അത് നിങ്ങൾക്ക് എഴുതിയും വെക്കാം കേട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞ അമ്പലത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ പുറത്ത് അമ്പലത്തിൽ ഒരു പ്രതിഷ്ഠയുണ്ട്. ആ പ്രതിഷ്ഠയിലൊക്കെ ഇങ്ങനെ ഓരോ മന്ത്രം 1008 തവണയും 21 തവണയൊക്കെ എഴുതി മാലയാക്കി അവിടെ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് കൊണ്ടിടുന്നുണ്ട്. അത് ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ ശരിക്കും ഞാൻ കണ്ടു, ഒരു വലിയൊരു ബോക്സ് അങ്ങ് നിറഞ്ഞിങ്ങനെ അത് പുറത്തേക്ക് ഇങ്ങനെ കിടപ്പുണ്ട്, ആ എഴുതിയിട്ട ഹാരങ്ങളെല്ലാം. അപ്പം സത്യം. അപ്പോൾ വിശ്വാസമുള്ളവർ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്ത അമ്പലം ഉള്ളതുകൊണ്ടാണ് കേട്ടോ അമ്പലത്തിലെ മണി കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുള്ളവർക്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അവർക്ക് ഈ സ്ട്രെസ് ആയിട്ടുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും, ഉറപ്പാണ്. ദേവിയുടെ അനുഗ്രഹം ലഭിക്കും. അവർ പ്രാർത്ഥിക്കട്ടെ. അവർക്ക് പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ ഇങ്ങനെ പ്രാർത്ഥന ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം ഉണ്ട് എന്നുള്ളത് അറിയില്ലുണ്ടാവില്ല. അപ്പം നമ്മളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പ്രാർത്ഥിക്കട്ടെ അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം. നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കരുത്, എല്ലാവർക്കും വേണ്ടി. എല്ലാവരും രക്ഷപ്പെടട്ടെ, എല്ലാവരും നന്നായിരിക്കട്ടെ, അങ്ങനെ പ്രാർത്ഥിക്കുക. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഏതാ മന്ത്രം എന്നുള്ളത് പറയാം. 21 തവണ അല്ലെങ്കിൽ 1008 തവണയാണ് ജപിക്കേണ്ടത്. ഓക്കെ. ഓം ജഗദംബായേ നമഃ. 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 ഓം ജഗദംബായേ നമഃ.
ॐ जगदम्बायै नमः। 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 ॐ जगदम्बायै नमः।